ഹായ് മക്കളെ, ആർട്ടിസ്റ്റ് മാത്സിലേക്ക് സ്വാഗതം. മേഡം നമ്മുടെ ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഇന്നതിൻ്റെ പാർട്ട് 4 ആക്കിയാണ് പോകുന്നത്. നമ്മൾ 53-ാമത്തെയും 54-ാമത്തെയും പേജിലെ ക്വസ്റ്റ്യനുകൾ മക്കളെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേലെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി പഠിക്കാനുണ്ട്. ഐഡൻറ്റിറ്റി എങ്ങനെയാണ്? 4xy = x + y² - x - y² ഓക്കേടാ. x + y² - x - y² = 4xy. ഈ ഐഡൻറ്റിറ്റി മക്കളൊന്ന് പഠിച്ചു വെച്ചോ. ഇത് കൂടാതെ മറ്റൊരു ഐഡൻറ്റിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതാനുണ്ട്. ഞാൻ അയാളൊന്ന് ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഈ കാണുന്ന 4നെ ഇങ്ങോട്ടേക്ക് എടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഇൻറ്റു ആയിട്ടുള്ള 4 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ /4. അപ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ ഉണ്ടാവുക? xy = x + y² - x - y² /4 എന്നായിരിക്കും മാറുന്നുണ്ടാവുക. അതിൽ ഓരോ ടേമുകൾക്കും ഞാൻ ആ 4 സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു മക്കളെ. xy = x + y² / 4 x - y² /4. ആ കാണുന്ന 4നെ ഞാൻ മാറ്റിയിട്ട് 2² എന്ന് എഴുതുന്നുണ്ട്. കാരണം 2² 4 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, 2² - x - y² /2². നോക്കടാ, ഈ ഫ്രാക്ഷനിൽ ഈ കാണുന്ന ടേമിനും സ്ക്വയർ ഉണ്ട്, ഈ കാണുന്ന ടേമിനും സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ചെയ്ത് ഒറ്റ കോമൺ സ്ക്വയർ കൊടുക്കാം. xy = x + y/2² - x - y/2². ഓക്കെ മക്കൾ, ഈ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ടതാണ്. പക്ഷേ ഈ കാണുന്ന രണ്ടാമത്തെ ഐഡൻറ്റിറ്റി പഠിച്ചേക്കണം. ഇയാളെയും പഠിക്കണം, ഇയാളെയും പഠിക്കണം. അപ്പോൾ എങ്ങനെയാടാ? 4xy = x + y² - x - y². xy = x + y/2² - x - y/2². ഓക്കെ, ഈ രണ്ട് ഐഡൻറ്റിറ്റികളാണ് മക്കൾ എന്ത് ചെയ്ത് വെക്കേണ്ടടാ, പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സീ ദീസ് കമ്പ്യൂട്ടേഷൻ, ഈ കണക്കുകൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അവിടെ മക്കൾ നോക്കിയാലും മനസ്സിലാവും, മക്കൾക്ക് ഒരു വാല്യൂ തന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേടാ. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് പറയുന്നു, ഈ ക്രമത്തിൽ അടുത്ത 2 വരികൾ കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഫ്രാക്ഷൻ, ഈ കാണുന്ന കേട്ടോ മക്കളെ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ശ്രേണിയിൽ ഞാൻ എല്ലാ വരിയും നോക്കുന്നു, എല്ലാവരും. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ അടുത്ത 2 വരികൾ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനം. നോക്കടാ, എല്ലാ വരിയിലും ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനും എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് തുറക്കാം. ആണോ അല്ലയോ മക്കളെ? നോക്കി വെക്കടാ. 1/2, 1/2, 2/2. അപ്പം എൻ്റെ അടുത്ത വരിയിൽ വരേണ്ട ആൾ എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പായി 3/2 എന്ന് പറയുന്ന ആളെയാണ് ഞാൻ അടുത്ത വരിയിൽ എഴുതുക. നമ്മളോട് 2 വരി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ വരിയിൽ വരാൻ സാധ്യതയുള്ള ആൾ ഉറപ്പിച്ചു 4/2 ആയിരിക്കും. 4/2² എന്ന് പറയുന്നതായിരിക്കും അങ്ങോട്ടേക്ക് വരാനുള്ള ആൾ. ഓക്കെ, ബേസിക്കായിട്ട് എഴുതാനുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഓൾജിബ്രയിൽ ഈ പറഞ്ഞ ഉഡായ്പ പരിപാടി നടക്കില്ല. പക്ഷേ ഓപ്പണിംഗ് സെറ്റപ്പ് എഴുതാൻ ധാരാളമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കടാ, ഈ കാണുന്ന എല്ലാ സ്ഥലത്തും പ്ലസ് കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അടുത്ത വരിയിലും പ്ലസ് കൊടുത്തു. അടുത്ത വരിയിൽ വീണ്ടും ഒരു ബ്രാക്കറ്റ് തുറക്കണത് കണ്ടു. ആയിക്കോട്ടെ, ഞാനും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു മക്കളെ, ബ്രാക്കറ്റ് തുറക്കാൻ തീരുമാനിച്ചു. നോക്കടാ, ഇവിടെ നിങ്ങൾ കാണുന്നത് 1/2, 1/2, 1/2, 2/2, 2/2, 3/2. അപ്പോൾ 3/2 കാണുന്ന സ്ഥലത്ത് മക്കൾ എന്ത് എഴുതേണ്ടി വരും? 4/2 എന്ന് എഴുതേണ്ടി വരും. ആണോ അല്ലയോ? ഇവിടെ അപ്പോൾ ഈ കാണുന്ന സ്പേസിലേക്ക് 4/2 കാണുമ്പോൾ മക്കൾ എഴുതേണ്ടി വരും 5/2 എന്നായിരിക്കും എഴുതേണ്ടി വരും. ഓക്കെ, സെറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നൂടാ, ഈ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും സ്ക്വയർ കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ആൾക്ക് സ്ക്വയർ കൊടുത്തു വയ്ക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു അവരൊരു വാല്യൂ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കണം, ഇവിടെ ഇങ്ങനൊരു സാധനം ചെയ്ത് സോൾവ് ചെയ്തിട്ട് 2/2 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ഇവിടെ സോൾവ് ചെയ്തിട്ട് 8/2 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടുന്നു. ഇവിടെ സോൾവ് ചെയ്തിട്ട് 18/2 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ഈ 2/2 2 കണ്ടുപിടിച്ച രീതിയും 8/2 8 കണ്ടുപിടിച്ച രീതിയും 18/2 18 കണ്ടുപിടിച്ച രീതിയും അവരവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അയാളെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. നോക്കടാ, ഈ കാണുന്ന ആളുകളെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലെല്ലാം 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിച്ചോ, നമ്മുടെ ഇവിടേക്കുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നതിലും ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. നോക്കടാ, ഫസ്റ്റ് വരിയിൽ 2 × 1² എഴുതിയിരിക്കണം. ഈ 1 അവർക്ക് ഇവിടുന്ന് കിട്ടിയത് മക്കളെ ഇവിടുന്ന് കിട്ടിയതായിരിക്കണം. ആണോ അല്ലയോ? ഈ കാണുന്നതിൽ 2² എഴുതിയ ആ 2 ഇവിടുന്ന് കിട്ടിയതായിരിക്കണം. ഈ വരിയിൽ 3² എഴുതിയ ഇവിടെ കാണണം. അപ്പോൾ നോക്കടാ, നമ്മുടെ ഈ വരിയിലേക്ക് നമ്മൾ എഴുതേണ്ട റിസൾട്ടിൽ വരേണ്ട ഒരാളെന്ന് പറയുന്നത് എഴുതേണ്ടത് 2 × 6 ആയിരിക്കും മക്കളെ. ഈ കാണുന്ന 4നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരും. ആണോ അല്ലയോ? 4 പോരാ മക്കൾ, ശ്രദ്ധിക്കണം. ഈ കാണുന്ന സ്ഥലത്തൊക്കെ അവരുടെ സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വരിയിൽ നമുക്ക് 2 × 4² ആയിരിക്കും എന്ത് ചെയ്യാനുണ്ടാവും മക്കളെ, ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. അടുത്ത വരിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി ആരാ ഉണ്ടാവുക മക്കളെ,
2 ഇൻറ്റു 5 സ്ക്വയർ എന്നായിരിക്കും നമുക്ക് എഴുതാനുണ്ടാവുക. 2 ഇൻറ്റു 5 സ്ക്വയർ ആണോ അല്ലയോ? നമുക്ക് നോക്കി നോക്കാം. 2 ഇൻറ്റു 4 സ്ക്വയർ ആരാ മക്കളെ? 2 ഇൻറ്റു 4 സ്ക്വയറിന് 2 ഇൻറ്റു 16 എന്ന് എഴുതിക്കോട്ടെ. 2 ഇൻറ്റു 5 സ്ക്വയറിന് പകരം 2 ഇൻറ്റു 25 എന്ന് എഴുതിക്കോട്ടെ. 2 ഇൻറ്റു 16 ആണെങ്കിൽ 32, 2 ഇൻറ്റു 25 ആണെങ്കിൽ അവിടെ 50 എന്ന് പറയുന്ന ആളാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് എഴുതി വെക്കണം. നോക്കടാ, ഈ കാണുന്ന 2 എന്ന് പറയുന്ന ആൻസറിനെ ഇങ്ങോട്ടേക്ക് 2.5 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. 8നെ 8.5 ആയിട്ടാണ്, 18നെ 18 ആയിട്ടാണ്. അപ്പോൾ 32 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ ഉണ്ടാവുക? 32 1/2. ഇനി അടുത്ത ആൾ നമ്മുടെ 50 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? 50 1/2. ഇങ്ങനെയാണ് അടുത്ത 2 വരികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക മക്കളെ? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദീസ് യൂസിങ് ഓൾജിബ്ര. ഇവയിലെ പൊതുതത്വം ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കുക വേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. എടാ, നമ്മൾ ഓൾജിബ്ര എഴുതാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആളെ എക്സും ഈ കാണുന്ന ആളെ x+1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എടാ അവിടെ കുറേ ഹാഫൊക്കെ കാണുന്നില്ലേ? നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വരുന്നത്. ഈ 1/2ഉം 1/2ഉം അരയും 1/2യും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന 1 എന്ന് പറയുന്ന ഒരു നമ്പറിനോട് അര കൂട്ടിയതാണ് ഇയാളെങ്കിൽ അര കുറച്ചതാണ് ഇയാൾ. മക്കൾ മൊത്തം നോക്കി നോക്കടാ, 2 എന്ന് കാണുന്ന നമ്പറോട് അര കൂട്ടിയ ആളാണ് ഇയാൾ, അര കുറച്ച ആളാണ് ഇയാൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ആൾ ആരാണ്? എക്സിൽ നിന്നും അര കുറച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ അയാൾ എഴുതുന്ന മക്കളും ശ്രദ്ധിക്കണേ, എക്സ് മൈനസ് ചെയ്ത ആളല്ലേ, x-1/2 ഹോൾ സ്ക്വയർ എന്നാണ് ആദ്യത്തെ ആൾ എഴുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ കാണാൻ വേണ്ടി പറ്റും നമുക്ക് പ്ലസ് ചെയ്യാനുള്ളത് പ്ലസ് ചെയ്യുന്നു. ആരെയാണ് പ്ലസ് ചെയ്യേണ്ടത്? x+1/2 ഹോൾ സ്ക്വയർ. അയാൾ അര കൂട്ടിയിട്ടുള്ള ആളെയാണ് പ്ലസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളതെടാ അവിടെ നമുക്ക് എഴുതി വെക്കാനുള്ള ആൾ. ബാക്കി നോക്കടാ, എടാ അതിൽ ഈ സ്റ്റെപ്പും കൂടെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൾ എന്ന് പറയുമ്പോൾ ഇവിടെ 2ആണ്, ഇവിടെയും 2.5ആണ്, ഇവിടെ 8ആണ്, ഇവിടെ 8.5ആണ്, ഇവിടെ 18ആണ്, ഇവിടെ 18.5ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം സോൾവ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നത് അരയാണ്. കാരണം അതിൽ പെൻഡിങ് വരുന്ന ആൾ അരയായിരിക്കും എന്നുള്ള കാര്യം. ഈ കാണുന്ന ആളിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ആൻസർ അരയായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ആളിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ അരയായിരിക്കും. ആണല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചോളൂ, അവിടെ നോക്കും നമുക്ക് ഓൾജിബ്രയ്ക്കലി പെട്ടെന്ന് പ്രൂവ് വേണ്ടി ഒരു മൈനസ് കൊടുക്കുകയാണ്. ഇനി ഞാൻ എഴുതുന്നത് ഈ കാണുന്ന ആളെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം ഫൈനൽ റിസൾട്ട് അര കിട്ടണം. അപ്പോൾ നമ്മൾ ഓൾജിബ്ര ചെയ്തിട്ട് അവസാനിക്കുന്നത് ഒരു 1/2ലാണെങ്കിൽ ഉറപ്പാണ് നമ്മൾ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. മൈനസ് മക്കൾ നോക്കിയടാ, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള 2 ഇല്ലേ? ഞാൻ അയാൾ അവിടെ 2 ഇൻറ്റു ആര് എഴുതുന്നുണ്ടടാ? ഈ 1 ആരാണ്? ഈ കാണുന്ന 2 ആരാണ്? ഈ കാണുന്ന 3 ആരാണ് മക്കളെ? ഇതൊക്കെ ഇവിടെ നിന്നുള്ള ആളുകളല്ലേ. ഈ ആളുകൾ നമ്മളെ സംബന്ധിച്ച് ഓൾജിബ്രയിൽ പറയുമ്പോൾ ആരാടാ? എക്സ് ആണ്. എക്സ് മാത്രമായിട്ടാണോ എഴുതുന്നത്? അല്ല, 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. മക്കളെ നമ്മൾ പറഞ്ഞു ഈ കാണുന്ന ആളിൽ നിന്ന് ഇയാളെ കുറച്ചാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 1/2 ആണ്. ഈ കാണുന്ന ആളിൽ നിന്ന് ഇയാളെ ചെയ്താൽ അരയാണ് കുറവുണ്ടാവുക അല്ലേ? ഇതിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്താൽ അരയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊന്ന് ആലോചിക്കടാ, ഈ കാണുന്ന ആളെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്, ഈ കാണുന്ന ആളെയാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. അത് മൈനസ് ചെയ്താൽ നമുക്ക് ഏത് ആൻസർ കിട്ടണം? അവസാനം നമുക്ക് 1/2 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ നമ്മൾ എഴുതിയത് ശരിയാണ്. അങ്ങനെ അല്ല കിട്ടിയതെങ്കിൽ നമ്മൾ എഴുതിയത് എന്താണ് മക്കളെ? തെറ്റാണ്. അങ്ങനെയാണ് നമുക്ക് ഓരോ ആളുകളായിട്ടൊന്ന് എഴുതി നോക്കാം. ഓക്കെ, എടാ ഏറ്റവും ആദ്യം കാണുന്ന ആൾ x-1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആളല്ലേ മക്കൾ കാണുന്നത്. ഞാൻ അയാളൊന്ന് സൈഡിലേക്ക് എടുത്തെഴുതാം. സൈഡിൽ എടുത്ത് എഴുതി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. x-1/2 ഹോൾ സ്ക്വയർ. ഇയാൾ നമ്മൾ കണ്ടിട്ടുണ്ടോ മക്കളെ? കണ്ടിട്ടുണ്ട്. ഇയാൾ ഏത് ഫോർമാറ്റിലാണ്? ഇയാൾ എക്സ് ആണ്, ഇയാൾ വൈ ആണ്. x-y ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താടാ? x² + y² -2xy. അതേപോലെ ഇവിടെ എഴുതുകയാണെങ്കിൽ മക്കൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? x² ഉണ്ടായിരിക്കും, y² പകരം 1/2 ഹോൾ സ്ക്വയർ, 2 സ്ക്വയർ കൊടുക്കണ്ടേ, -2 ഇൻറ്റു x ഇൻറ്റു വൈക്ക് പകരം 1/2 എന്നാണ് കൊടുക്കാനുണ്ടാവുക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു x² അങ്ങനെ തന്നെ ഇരിക്കട്ടെടാ. ആ 1/2 ഹോൾ സ്ക്വയർ, ആ സ്ക്വയർ ഞാൻ 1നും കൊടുത്തു, അതേപോലെ 2നും കൊടുത്തു. -2 ഇൻറ്റു എക്സിനെ മക്കളെ ഞാൻ 2x എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻറ്റു 1/2. അടുത്ത സ്റ്റെപ്പിൽ x² അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1² 1 ആണ്, 2² 4 ആണ്. നോക്കടാ, 2x ഇൻറ്റു 1 ചെയ്താൽ കിട്ടുക എന്ന് പറയുന്നത് 2x തന്നെയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ പോകുന്നുണ്ട് മക്കളെ. x² ചേഞ്ച് ഒന്നും വരുത്തണ്ട, 1/4 അങ്ങനെ ഇരിക്കട്ടെ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ അവിടെ ബാക്കി ഉണ്ടാവുക ഈ x² -1/4 - x എന്നുള്ള ആളാണ്. അപ്പോൾ നോക്കടാ, ഈ കാണുന്ന ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങോട്ട്. അപ്പോൾ അയാളെ ഞാനൊന്ന് താഴത്തേക്ക് എടുത്തെഴുതാം. എങ്ങനെയായിരിക്കും മക്കൾ എഴുതുന്നുണ്ടാവുക? x² + 1/4 - x.
അപ്പോൾ ഈ കാണുന്ന ആൾ ഇങ്ങോട്ടേക്ക് മാറി. ഇനി ആ പ്ലസ്സും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്, പ്ലസ്. അടുത്ത ആളെ ആരാണ് എനിക്ക് സോൾവ് ചെയ്തെടുക്കാനുള്ളത്? ഈ കാണുന്ന ആളെ എനിക്ക് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, ചെയ്യാം മക്കളെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചേക്കണം, കാരണം സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഒന്ന് അവിടുന്ന് റൈസ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അടുത്ത ആൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനുള്ള ആൾ മക്കൾ നോക്കിയാൽ മനസ്സിലാവും. എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ നമുക്ക് സോൾവ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, എടാ അവിടെ പ്ലസ് സിമ്പിളാണ്. നമ്മൾ നേരത്തെ എഴുതിയ ആളെ പോലെയല്ല അയാൾ ഏത് ഫോർമാറ്റിലാണ് മക്കളെ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. നമുക്കറിയാലോടാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നാണ് അയാൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. ആയിക്കോട്ടെ, നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെ എഴുതുക? എക്സ് സ്ക്വയർ, അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം 1/2 സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആരാ മക്കളെ? എക്സ് ഇൻറ്റു 1/2 എന്ന് എഴുതാണ്ടാവുക. ആയിക്കോട്ടെ, അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ അങ്ങനെ ഇരിക്കുന്നു. സെയിം ആണ്, ഒരൊറ്റ സിമ്പിൾ ചേഞ്ച് മാത്രമേ അവിടെ വരാനുള്ളൂ കേട്ടോ. ആ 1/2 ഹോൾ സ്ക്വയർ ഞാൻ 1/2 എന്ന് എഴുതുന്നുണ്ട്, പ്ലസ് 2 ഇൻറ്റു എക്സിനെ 2x എന്ന് എഴുതുന്നുണ്ട് മക്കളെ, ഇൻറ്റു 1/2. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ ഇരിക്കട്ടെടാ. ഈ 1 സ്ക്വയർ എന്ന് പറയുന്ന ആൾ 1 ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്ന ആൾ 2 ആണ്, 2x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2x ആണ് മക്കളെ, /2. 2 2 ക്യാൻസൽ ആയി പോകുന്ന കാര്യം മക്കൾക്ക് അറിയാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/4 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് അവിടെ റിസൾട്ടായിട്ട് വരേണ്ട ആള്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കടാ, ഈ കാണുന്ന ആളെ ആരെയാ നമ്മൾ രണ്ടാമത്തെ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്, അയാളെ ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതാം മക്കളെ. നോക്കടാ, എക്സ് സ്ക്വയർ പ്ലസ് 1/4 പ്ലസ് എക്സ്. ആയിക്കോട്ടെ, അത്രയും ചെയ്താൽ മതിയോ? നമുക്ക് പോരാ, നമുക്ക് എന്ത് ചെയ്യാനുണ്ടടാ? ആ കാണുന്ന ആളെ മൈനസ് ചെയ്യണം. ആയിക്കോട്ടെ, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ മൈനസ് സിമ്പിൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. മൈനസ് നോക്കടാ, 2 ഇൻറ്റു എക്സ് സ്ക്വയർ. 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ. 2 ഇൻറ്റു എക്സ് 2x ആണ്, 2 ഇൻറ്റു വൈ 2y ആണ്, 2 ഇൻറ്റു സെഡ് 2z ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മക്കളെ? 2 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് 1/2 കിട്ടണം. നമുക്ക് നോക്കി വെക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്കിതിൽ ജോയിൻ ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും വേണ്ടി പറ്റുന്ന ആളുകളെയൊക്കെ ഒന്ന് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. മക്കൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ എക്സ് സ്ക്വയർ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ മക്കൾ? ഇതാ ഈ കാണുന്ന എക്സ് സ്ക്വയറും ഈ കാണുന്ന എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറുകളും. അപ്പോൾ ആരൊക്കെയാണ് ഞാൻ ചേർക്കുന്നതെന്ന് നമുക്കൊക്കെ നല്ല ധാരണ വേണം കേട്ടോ. ഈ കാണുന്ന എക്സ് സ്ക്വയറിനെയും ഈ കാണുന്ന എക്സ് സ്ക്വയറിനെയും ചേർത്തിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ 2x സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട് മക്കളെ. ഓക്കെ, 2x സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. ഇനി ഇയാളല്ലാതെ മറ്റേതെങ്കിലും എക്സ് സ്ക്വയറുകൾ അവിടെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ? അയാളെ മക്കൾ നോക്കണം. ഇയാളല്ലാണ്ട് വേറെ ആളുണ്ടോ? ഉണ്ട്. അവിടെ ദാ ഒരു -2x സ്ക്വയർ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളെ ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നുണ്ട്, -2x സ്ക്വയർ. ഒരുപോലത്തെ ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എക്സ് സ്ക്വയറുമായി ബന്ധപ്പെട്ട എല്ലാം ചെയ്തു. എടാ, ഇനി അവിടെ ഒരു +1/4 ഇല്ലേ? അതുപോലത്തെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു +1/4 ഉണ്ട്. അപ്പോൾ ഞാൻ അയാളെ ഒന്ന് ഒരുമിച്ച് എഴുതുന്നുണ്ട് മക്കളെ. ആരെ ഒരുമിച്ച് എഴുതുന്ന? അടുത്ത ആൾ നോക്കിയേ, ഒരു +1/4, അതുപോലെ തന്നെ അടുത്തൊരു +1/4. അപ്പോൾ +1/4 +1/4 അങ്ങനെ എഴുതുന്നുണ്ട് അടുത്ത ആൾ. അപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ നോക്കി? എക്സ് സ്ക്വയറിനെ ഡീൽ ചെയ്തു, 1/4. എടാ, ഇനി വീണ്ടും ഒരാളുണ്ടല്ലോടാ, ഒരു -x ഇവിടെ കാണുന്നുണ്ട്, അതേപോലെ ഒരു +x ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അയാളെ ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ മക്കളെ. അയാളെ ഒന്ന് എഴുതുന്നുണ്ട്. ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ നോക്കി വെച്ചോ, ഒരു -x ഉണ്ട്, ഒരു പ്ലസ്. എടാ, ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ റീഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ഇറ്റ് അലോങ് വിത്ത് ദ സൈൻ. ആ സൈനും കൂടെ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ -x അവിടെ എഴുതിയിട്ടുണ്ട്, +x അവിടെ എഴുതിയിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. നമ്മൾ നോക്കി നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന്. ഇവിടെ നമ്മളുള്ള എല്ലാ ആളുകളെയും എടുത്തു നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. എടാ, 2x സ്ക്വയറിൽ നിന്ന് 2x സ്ക്വയർ മൈനസ് ചെയ്യുന്നു. ആൻസർ എന്തായിരിക്കും മക്കളെ ഉണ്ടാവുക? 0 ആയിരിക്കും ഉണ്ടാവുക. ഞാൻ അയാളെ വെട്ടിവെച്ചു. അയാളെ നമ്മൾ ചെയ്യണ്ട, അയാൾ ആവശ്യമില്ല. അതെങ്ങനെയാണ് സാർ 0 വരിക? 1 കുറച്ചാൽ 0, 2 കുറച്ചാൽ 0, 3 കുറച്ചാൽ 0, 4 കുറച്ചാൽ 0, x കുറച്ചാൽ 0, y നിന്ന് y കുറച്ചാൽ 0. അപ്പോൾ 2x സ്ക്വയറിൽ നിന്ന് 2x സ്ക്വയർ കുറച്ചാലും 0. അത് വളരെ സിമ്പിൾ ലോജിക്കാ. സെയിം നമ്പറുകൾ തമ്മിൽ മൈനസ് അല്ലേ, ഒരു ആ നമ്പറിൽ നിന്ന് ആ നമ്പറിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഓക്കെ, എടാ, ഇനി അതേപോലെ അടുത്തൊരു സാധനം ലോജിക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ഡെപ്തിലേക്ക് ഉണ്ടോ? ഞാൻ സിമ്പിൾ ആക്കാനുള്ള പരിപാടി പറയാം കേട്ടോ. നോക്കണം, 1/4 + 1/4. ഈ 1/4 എന്ന് പറഞ്ഞാൽ കാലല്ലേ, കാലും കൂട്ടിയാൽ അര. അപ്പം ഈ കാണുന്ന ആളെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 1/2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ.
ഓക്കെ, ഇനി നോക്കടാ, -x+x മക്കൾക്ക് അറിയാം -1 + 1 0 ആണ്, -2 + 2 0 ആണ്. അപ്പോൾ -x+x എന്തായിരിക്കും മക്കളെ? അയാളും 0, അപ്പോൾ അയാളും ഞാൻ ക്യാൻസൽ ചെയ്ത് വിച്ച് ഇസ് ഈക്വൽ ടു 1/2. എടാ അപ്പോൾ കറക്റ്റ് അല്ലേ? നമ്മളുടെ ഈ കാണുന്ന വലിയ സാധനത്തിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്താൽ ബാക്കി വരേണ്ട ആൾ 1/2 ആണെന്ന് പറഞ്ഞു. ഈ കാണുന്ന ആൾ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, ഈ കാണുന്ന ആൾ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ ഈ രണ്ട് ആളുകൾ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കി, നമ്മുടെ ഫൈനൽ റിസൾട്ട് ആരാ വന്നത് മക്കളെ? 1/2. അത്യാവശ്യം അധ്വാനിക്കാനുള്ള ചോദ്യം, മിനിമം 2 തവണ കേട്ടിട്ടായിരിക്കണം മക്കൾ എന്ത് ചെയ്യേണ്ടടാ ഈ ചോദ്യം ഫൈനൽ അടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാണ്ട് നേരത്തെ ചെയ്ത ചോദ്യത്തിൻ്റെ ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ചില എണ്ണൽ സംഖ്യകളെ 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി 2 തരത്തിൽ എഴുതാൻ കഴിയും. അതാണ്. അപ്പോൾ ഈ എഴുതുന്ന മെത്തേഡ് മക്കൾ ചെറിയ മേ ബി 7th കണ്ടിട്ടാവും. ഇവിടെ അതല്ല പ്രത്യേകത, അതല്ല 2 തരത്തിൽ എഴുതാം. 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ വേണ്ടി. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നോക്കി നോക്കാം, അവർ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 24 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്ന 2 ടൈപ്പ് സ്ക്വയേഴ്സ് മൈനസ് ചെയ്യുന്നത്. 32 2 ആൾക്കാർ തന്നിട്ടുണ്ട്, 40. ആയിക്കോട്ടെ, ശരി, നമുക്ക് നോക്കി നോക്കാം. Write the next few multiples of 8 as the difference of 2 perfect squares in 2 different ways. അല്ല, ഓൾജിബ്ര ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യത്തെ പറഞ്ഞു 8ൻ്റെ തുടർന്നുള്ള ചില ഗുണിതങ്ങളുടെ പൂർണ്ണങ്ങൾ വ്യത്യാസമായി 2 തരത്തിൽ. അപ്പോൾ വേറെ ഐഡിയ കൂടി കിട്ടണ്ട. ഇത് 8ൻ്റെ ഗുണിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 8ൻ്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ചാണ്, 8ൻ്റെ മൾട്ടിപ്പിൾസിനെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. 24, 32, 40. അപ്പോൾ അടുത്ത ഇത്തരത്തിൽ വരാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ആരാണ്? 48. എടാ അവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും മക്കൾ ഈ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ നമ്പറൊക്കെ എവിടുന്ന വന്നതെന്ന് സത്യത്തിൽ അറിയാത്ത ആളുകളുണ്ടാവും. അതിനുള്ള ഐഡിയ ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. മക്കൾക്ക് ആദ്യം ഈ 24 സെലക്ട് ചെയ്യാം മക്കൾ കേട്ടോ. 24 സെലക്ട് ചെയ്തു. ഓക്കെ, ഈ 24 ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 24 ഫാക്ടർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു ഫസ്റ്റ് ഫാക്ടർ മക്കളെ 2 × 12 അല്ലെങ്കിൽ 12 × 2 എന്ന് ഞാൻ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഫാക്ടർ ഈ കാണുന്ന 12 × 2 ആണ്. ഓക്കെ, ഈ 12 × 2 വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോക്കിയോടെ. ആ 12നെയും 2നെയും ഞാൻ ആഡ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കോമ ആ 12ൽ നിന്ന് ഈ 2 മൈനസ് ചെയ്യുന്നു, ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ആൾക്കാർ ശ്രദ്ധിക്കണേ, ഈ 12 ആണ് ഈ പറഞ്ഞിട്ടുള്ളത്, ഈ 2 ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ അടുത്തൊന്ന് നോക്കി നോക്കിയോടാ. അടുത്തത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ 12ഉം 2ഉം ആഡ് ചെയ്ത് കിട്ടുന്ന ആൾ, ഈ 12ഉം 2ഉം ആഡ് ചെയ്ത് കിട്ടുന്ന ആൾ എന്ന് പറയുന്നത് 14 / 2 എന്ന് എഴുതുന്നു. ഇയാളെ മക്കളെ ഞാൻ 10 / 2 എന്ന് എഴുതുന്നു. 14 / 2 എന്ന് പറഞ്ഞാൽ 7 ആണ്, 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ മക്കൾ നോക്കിയടാ, ഈ 7ഉം ഈ 5ഉം എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം മക്കൾക്ക് മനസ്സിലായല്ലോ. വിച്ച് മീൻസ് 24നെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാടാ? 7² - 5² എന്ന് എഴുതാം. അതാണ് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കിട്ടുന്ന രീതി പഠിച്ചു. അടുത്ത ആളെ എങ്ങനെയാണ് കിട്ടുന്നത് വഴി ഉണ്ടാക്കാം. നമുക്ക് നോക്കി നോക്കാം മക്കളെ. ഈ 24നെ തന്നെ ഞാൻ എങ്ങനെ എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയും മക്കളെ. എടാ ഇത് ശ്രദ്ധിക്കണേ, ഇത് ഞാൻ എഴുതുന്നത് തെറ്റാണ്. അയാൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കാരണം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തെറ്റായിട്ടുള്ള ആൾ അവിടെ എഴുതി തരുന്നത്. അയാൾ എങ്ങനെയാണ് മക്കളെ? 8 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അല്ലേ. അപ്പം നമ്മളിതാ ഈ കാണുന്ന പാറ്റേണിൽ അയാളെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നു. നോക്കണം, 8 + 3 മക്കൾ നോക്കണേ, 8 + 3 ചെയ്യുന്നു, അയാളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ 8 - 3 ചെയ്യുന്നു, അയാളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 + 3 ചെയ്താൽ 11 ആണ്, /2. 8 - 3 ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്, /2. എടാ ഈ 11/2 എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡെസിമൽസ് പോലെയുള്ള ആളുകളെ വരുന്നത്. അങ്ങനെ ഒരാളാണോ ഇവിടെ വന്നത്? അതെന്താ അങ്ങനെ ഒരു കാര്യം വരാനെന്നുള്ള കാരണം മക്കൾക്ക് മനസ്സിലാവും. ഇയാൾ ഈവൺ നമ്പറാണ്, ഇയാൾ ഈവൺ നമ്പറാണ്, പക്ഷേ ഇയാൾ എന്തായിപ്പോയിടാ? ഓഡ് നമ്പറായിപ്പോയി. അപ്പോൾ നമുക്ക് ഏത് കേസ് മാത്രമേ പറ്റുള്ളൂടാ അവിടെ എഴുതാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈവൺ നമ്പർ വരുന്ന ആളുകളെ വെച്ച് മാത്രം. വേണ്ട, നമുക്ക് വേറൊരു ഫാക്ടർ നോക്കിയപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ആൾ തെറ്റാണെന്ന് മനസ്സിലായി. വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ 12 × 2 കൂടാതെ 8 × 3 കൂടാതെ മറ്റൊരു ഫാക്ടർ ഉണ്ടടാ, 6 × 4 എന്ന് എഴുതി. അങ്ങനെ ഒന്ന് എഴുതി നോക്കാം മക്കളെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ നമ്പർ? 6ഉം 4ഉം ആഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6ൽ നിന്ന് 4 മൈനസ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6ഉം 4ഉം ആഡ് ചെയ്താൽ 10 ആണ്, 10 / 2. 6 നിന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്, 2 / 2. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്,
2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ശരിക്കും ഈ 24നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? അതാ ഇവിടെ 7ഉം 5ഉം കിട്ടിയപ്പോൾ 7² മൈനസ് 5² നേരിപ്പോൾ ഇവിടെ 5ഉം 1ഉം കിട്ടിയപ്പോൾ എങ്ങനെ എഴുതാം? 5² മൈനസ് 1² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് സത്യത്തിൽ അവിടെ നടക്കുന്ന പരിപാടി. ഞാൻ ഒറ്റ സ്പേസിൽ, കാരണം ഈ കാണിച്ചു വെച്ചിട്ടുള്ള എല്ലാ ആളുകളെയും കൂടെ എഴുതാനുള്ള നേരം ഉണ്ടാവില്ല നമുക്ക്. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകും, മണിക്കൂറുകൾ നീളത്തെ പോകും. കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യാം, ഒരാളെയും കൂടെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. അടുത്ത ആൾ മക്കൾ നോക്കിയാൽ മനസ്സിലാവും 32 ആണ് തന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, ഈ 32 എന്ന് പറയുന്ന ആളുടെ ഫസ്റ്റ് ഫാക്ടർ ഞാൻ എഴുതുന്നത്, ഞാൻ അയാളെ 16 × 2 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, 16 × 2 എന്ന് എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ നമ്പറുകൾ ഉണ്ടാവും മക്കളെ? 16 + 2 ÷ 2, 16 - 2 ÷ 2 ആണോ അല്ലയോ? 16 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. അപ്പോൾ 18 ÷ 2, ഇവിടെ 14 ÷ 2 വരുന്നുണ്ട്. 18 ÷ 2 എന്ന് പറഞ്ഞാൽ 9 ആണ്. 14 ÷ 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 9ഉം 7ഉം. അപ്പോൾ നമ്മൾ ഈ 32 എങ്ങനെയാണ് മക്കളെ റെപ്രസെൻറ്റ് ചെയ്യുക? 32 വിൽ ബി 9² മൈനസ് 7². ഈ കാണുന്ന 9² 81 ആണ്. 81 ആണ്. 81ൽ നിന്നും 7² 49 മൈനസ് ചെയ്താൽ ഈ ആൻസറിലേക്കാണ് മക്കളെ. അതാട്ടോ അത് ഉദ്ദേശിച്ചത്. ഞാൻ ആ റിസൾട്ട് നമുക്ക് ആവശ്യമില്ല. റിസൾട്ടിനെ കുറിച്ച് അവരിവിടെ ബോധേഡല്ല. അവരിവിടെ എന്താ എഴുതിയ സ്റ്റെപ്പ് മാത്രമേ എഴുതും. അതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. ഓക്കെ, ഒരാൾ നമ്മൾ എഴുതി കണ്ടോ, 9² മൈനസ് 7² മക്കൾ നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇവർ ആദ്യത്തെ ആൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ നമുക്ക് മറ്റൊരാളെ കൂടെ എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യും. ഈ 32നെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ആയിട്ട് ശ്രദ്ധിക്കണം. രണ്ടാളുകൾ എന്തായിരിക്കണം, ഈവൺ നമ്പറുകളായിരിക്കുക എന്നുള്ളത് മാൻഡറ്ററി ആണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും എഴുതാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഈ 32നെ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന അടുത്ത രീതി എന്ന് പറയുന്നത് 4 × 8 എന്നുള്ളതാട്ടോ മക്കളെ, അല്ലെങ്കിൽ 8 × 4 എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. മക്കൾ നോക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കടാ, 8 + 4 ÷ 2, 8 - 4 ÷ 2. 8 + 4 ചെയ്താൽ നമുക്ക് കിട്ടുക 12 ആണ്. 12 ÷ 2. ഇവിടെ 8 - 4 ÷ 2 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 6 ആയിരിക്കും അടുത്ത നമ്പർ, ഒരു നമ്പർ 2 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മക്കളെ നമ്മൾ എഴുതുക? ഈ കാണുന്ന 32നെ 6² മൈനസ് 2² എന്ന് എഴുതിക്കൂടെ? ഈ കാണുന്ന ആളെയാണ് മക്കളെ അവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഞാൻ 40ൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെയിം സാധനം പറയാൻ വേണ്ടി പോകണം. റൈറ്റ് ദ നെക്സ്റ്റ് ഫ്യൂ മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ൻ്റെ ഇങ്ങനത്തെയുള്ള മറ്റ് മൾട്ടിപ്പിളുകളെ എഴുതി നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ തന്നത് 40 വരെയാണ് അവർ നമുക്ക് തന്നത്. നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാം മക്കളെ, 48ലൊന്ന് എഴുതി നോക്കാം. അപ്പോൾ 40 വരെ എഴുതിയതുപോലെ നമുക്ക് 48നെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന 48നെ ആദ്യം ഒന്ന് ഫാക്ടർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. 48നെ ഞാൻ ഏറ്റവും ആദ്യം എഴുതുന്ന ഫാക്ടർ 2 × 24 എന്ന് പറയുന്ന. അപ്പോൾ നമുക്ക് അയാൾ എങ്ങനെ എഴുതാടാ? 24 + 2 ÷ 2, അതേപോലെ തന്നെ 24 - 2 ÷ 2. ഈ കാണുന്ന ആൾ 26 / 2, അടുത്ത ആൾ 22 / 2. അപ്പോൾ ഇയാൾ 13 ആയിക്കോട്ടെ. ഈ കാണുന്ന ആൾ നമ്മുടെ 22/2, അയാൾ 11ഉം ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ 48നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ രീതി മക്കളൊന്ന് നോക്കിയേ. 48 = 13² മൈനസ് 11² വിച്ച് ഇസ് ഈക്വൽ ടു, ഇങ്ങനത്തെ ഒരാളെയും കൂടി എഴുതണ്ടടാ. 48നെ ഇനി എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പാറ്റേണിലേക്ക് 48ൻ്റെ അടുത്ത ഫാക്ടർ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നു 4 × എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 4 × 12 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ 3 സ്കിപ്പ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഫാക്ടേഴ്സ് ആരായിരിക്കണം? നിർബന്ധമായിട്ടും ഈവൺ ആയിരിക്കണം എന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 12 + 4 ÷ 2, 12 - 4 ÷ 2, 16/2, 8 / 2. 16/2 എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടേണ്ടത് 8 ആണ് മക്കളെ. അതേപോലെ 8/2 നമുക്ക് കിട്ടേണ്ട ആൾ 4 ആണ്. അപ്പോൾ അയാൾ നമുക്ക് എങ്ങനെ എഴുതാടാ? 8² - 4², 8² - 4². ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 13ൻ്റെ സ്ക്വയർ 169 ആണ്. 11ൻ്റെ സ്ക്വയർ 121 ആണ്. അത് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ആൻസർ 48 ശരിയാണ്. അപ്പോൾ നമ്മൾ എഴുതിയ ഈ കാണുന്ന ആൾ ശരിയാണ്. അടുത്തത് 8² 4². 8² 64 ആണ്. 4² 16 ആണ്. 64 നിന്ന് 16 മൈനസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 48 ആണ്. നമ്മളോട് സം ആളുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ അടുത്ത ആളെ എഴുതുന്നുണ്ട് മക്കളെ. 56ഉം കൂടെ എഴുതി നോക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 56ന് എങ്ങനെ എഴുതാൻ നോക്കി നോക്കാം മക്കളെ. നമുക്ക് 56നെ ഫാക്ടേഴ്സ് ആക്കി നോക്കണം. 56നെ ഫാക്ടേഴ്സ് ആക്കുന്നത് നമുക്ക് ആദ്യം 56നെ ഒന്ന് 2ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എങ്ങനെയാണ് എഴുതുന്നുണ്ടാവുക എന്ന് 56നെ 2ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് 2 × 28 എന്ന് എഴുതാൻ വേണ്ടി പറ്റും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട നമ്പറുകൾ 28+2 ഡിവൈഡഡ് ബൈ 2, 28 - 2 ഡിവൈഡഡ് ബൈ 2. ഈ കാണുന്ന ആളെ 30 ഡിവൈഡഡ് ബൈ 2 എന്നും ഈ കാണുന്ന ആളെ 26 ഡിവൈഡഡ് ബൈ 2 എന്നും, അവരെ 15 എന്നും അതുപോലെ തന്നെ 13 എന്നും വിളിക്കുന്നുണ്ടടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 56 = 15² - 13² എന്ന് എഴുതിയത്. നമുക്ക് ഒരാളെയും കൂടി എഴുതി നോക്കാം. ഈ 56നെ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം, കാരണം ഈവൺ ആയിരിക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് അത് പറ്റൂടെ 14 ആക്കിയിട്ട് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ 56നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അടുത്ത പാറ്റേൺ മക്കളൊന്ന് നോക്കിയേ. 56 = 14 × 4. അവിടെ ആരൊക്കെയാണ് എഴുതാനുണ്ടാവുക? 14 + 4 ഡിവൈഡഡ് ബൈ 2, 14 - 4 ഡിവൈഡഡ് ബൈ 2. ഈ 14 + 4നെ ഞാൻ 18 ഡിവൈഡഡ് ബൈ 2 എന്നും 14 - 4നെ 10 ഡിവൈഡഡ് ബൈ 2 എന്നും എഴുതുന്നുണ്ട്. ഈ 18 ഡിവൈഡഡ് ബൈ 2നെ 9 എന്നും 10 ഡിവൈഡഡ് ബൈ 2നെ 5 എന്നും എഴുതുന്നുണ്ട് മക്കളെ. വിച്ച് ഇസ് ഇക്വൽ ടു 9² - 5². ഇങ്ങനെ എന്ത് ചെയ്തേക്കാം? എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് സം ഓഫ് ആളുകൾ എഴുതാൻ, കുറച്ച് ആളുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞതിൽ ഞാൻ 48ഉം 56ലും വെച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ഓൾജിബ്രിക്കലി. ഈ കാണുന്ന ആളെ ബീജഗണിതത്തിലൂടെ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിശദീകരണത്തിലേക്ക് പോവാം മക്കളെ. നമ്മൾ ഓൾജിബ്രയിൽ പറയാൻ വേണ്ടി പോകണം. ഈ 24 ആവട്ടെ, 32 ആവട്ടെ, 40 ആവട്ടെ, ഇവരെല്ലാവരും തന്നെ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 8ൻ്റെ മൾട്ടിപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ 8ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 4ൻ്റെ കൂടെ മൾട്ടിപ്പിൾ. 4ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചുകൊണ്ടൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4xy = നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പഠിച്ച ആളാണ് കേട്ടോ. x + y² - x - y² എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ആളുകളെയൊക്കെ ഒന്ന് എന്ത് ചെയ്ത് നോക്കടാ, പ്രൂവ് ചെയ്ത് നോക്കി നോക്കാം. കാരണം നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ആൾ എന്ന് 24 ആണ്. നമുക്കിതിൽ ഓരോ ലൈനിൻ്റെയും പ്രൂഫ് ഒന്ന് നോക്കിയോ, 2-3 ആളുകളുടെ പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 24നെ എങ്ങനെയാണ് 4xy എന്ന ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമെന്ന് നോക്കി നോക്കാം. 4 കാരണം ഈ 4ന് പകരം ഞാൻ 4 എന്ന് എഴുതി. എക്സിൻ്റെ ഒരു വാല്യൂ എനിക്കറിയാം 6 എന്ന് കൊടുക്കാം. 4 × 6 ചെയ്താൽ 24. പക്ഷേ അപ്പോൾ ഒരു y മിസ്സിംഗ് ആണ്. കുഴപ്പമില്ല മക്കളെ, അതിന് പകരം നമുക്ക് 1 എന്ന് കൊടുത്തേക്കാം. നോക്കണം, 4 ഇതാ, x ഇതാ, y ഇതാ. അപ്പോൾ ഞാൻ ശരിക്കും അവിടെ ബ്രാക്കറ്റിൽ ജസ്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. x = 6 എന്നും അതേപോലെ y = 1 എന്നുമാണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നോക്കി നോക്കടാ. എന്താ നമ്മൾ എഴുതാനുള്ളത്? x + y² - x - y² അല്ലേ? നമുക്കൊന്ന് എഴുതി വെക്കാം. അവിടെ എഴുതാനുള്ള ആൾ എന്ന് പറയുന്നത് 6 + 1² - 6 - 1² എന്നുണ്ടാവുക. ഈ 6 + 1² ഞാൻ 7² എന്ന് എഴുതുന്നുണ്ട് കേട്ടോ മക്കളെ. മൈനസ് അതുപോലെ തന്നെ ഈ കാണുന്ന 6 - 1² 5² എന്നും എഴുതുന്നുണ്ട്. ഓക്കെ, ഇതാ ഈ കാണുന്നതാണ് ആ കാണുന്ന ടേം. റെഡി? ഇനി നമുക്ക് ഇതല്ലാതെ മറ്റേതെങ്കിലും പാറ്റേണിൽ ഇയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 24നെ എടാ 4 അല്ലേ, അതേപോലെ തന്നെ ഞാനിവിടെ എഴുതി 4 എന്ന് എഴുതി. ഞാൻ ഈ കാണുന്ന 6ന് പകരം മക്കളെ അവിടെ എടാ 4 × 6 × 1 എന്ന് എഴുതിയതിന് പകരം ഈ 6നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തൊന്ന് എഴുതാൻ വേണ്ടി തീരുമാനിക്കേണ്ടത് 3 × 2 എന്ന് എഴുതാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും അവിടെ ചേഞ്ചായി ആണോ അല്ലേ മക്കളെ? x = 3 ആണ്, y = 2 ആണ്. വിച്ച് ഇസ് ഇക്വൽ ടു 3 + 2² - 3 - 2² വിച്ച് ഇസ് ഇക്വൽ ടു 5² - 1². കണ്ടോ, രണ്ടാമത്തെ ആളെ കിട്ടി. ഇങ്ങനെ ഇതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരെയും ചെയ്യാൻ വേണ്ടി ഞാൻ തൽക്കാലം നിൽക്കുന്നില്ല. ഒരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനും അല്ല, ഇയാൾ ഡയറക്റ്റായിട്ട് മക്കളോട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ല. ഞാൻ ഒരാളെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിതിൽ എല്ലാവരും ഇരുന്ന് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഒരാളെയും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് അതിൽ ലാസ്റ്റത്തെ ആളെ ഞാൻ 14നെ കൂടെ ഒന്ന് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും എഴുതാനുണ്ടാവുക? ഈ പറയുന്ന 14നെ വേണമെങ്കിൽ നമുക്ക് ഒരു 4xy എന്നുള്ള പാറ്റേണിൽ 4 × 10 × 1 എന്ന് എഴുതാം. ആണോ അല്ലയോ മക്കളെ? അവിടെ x എന്ന് പറയുന്നത് ആരാ? 10 ആണ്. y എന്ന് പറയുന്നത് ആരാ മക്കളെ? 1 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇയാളെ എഴുതുന്നുണ്ടാവുക? നമുക്ക് നോക്കി നോക്കാം. എടാ 10 + 1² -
10 - 1 ഹോൾ സ്ക്വയർ എന്നായിരിക്കും അല്ലേ. 11 സ്ക്വയർ - 9 സ്ക്വയർ എന്നായിരിക്കും ഇതാ ഈ കാണുന്ന ആൾ. ഇനി ഇയാളെ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ 14 റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 4 ഇൻറ്റു ആ 10നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് 5 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എക്സ് എന്ന് പറയുന്ന ആൾ 5 ആണ്, വൈ എന്ന് പറയുന്ന ആൾ 2 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും മക്കൾ എഴുതുന്നുണ്ടാവുക? 5 + 2 ഹോൾ സ്ക്വയർ -5 - 2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ -3 സ്ക്വയർ. നോക്കിയേ ഈ കാണുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂടാ? ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശരി, മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 3. See how some numbers are written as the difference of two perfect squares in two different ways. ചില സംഖ്യകളെ രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് തരത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. നമ്മൾ തൊട്ട് മുന്നേ 8മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾസ് 8ൻ്റെ ഗുണിതങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേ ടോപ്പിക്ക് ചെയ്തതാണ്. അവർ കുറച്ച് എക്സാമ്പിൾസും പറയുന്നുണ്ട് മക്കളെ. 15ന് എഴുതിയിട്ടുണ്ട്, 21ന് എഴുതിയിട്ടുണ്ട്, 35നൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് 15, 20, 135 ക്യാൻ ബി റിട്ടൺ ആസ് പ്രോഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ്? മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് 15, 21, 35 എന്നീ സംഖ്യകളെ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായി എങ്ങനെയെല്ലാം എഴുതാം? എളുപ്പമാണ്. ഇപ്പോൾ 15നെ ഫാക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു. നമുക്കറിയാം 15 ഏറ്റവും ആദ്യം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന 1 വെച്ചിട്ടാണ്. 1 × 15 എന്ന് എഴുതാം മക്കളെ. അതുപോലെ തന്നെ അടുത്തൊരു ഫാക്ടർ ആലോചിച്ച് കഴിഞ്ഞാൽ 3 × 5 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളോട് എഴുതാൻ വേണ്ടി ഇപ്പോൾ 15 കഴിഞ്ഞു. ഇനി 21 ചോദിച്ചാൽ മക്കളെ. 21ന് എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക? ഫസ്റ്റ് താൾ 1 × 21 അല്ലേ. 2 × ആരും എഴുതാനില്ല, പക്ഷേ 3 × 7 എഴുതിക്കൂടെ? 3 × 7 എന്ന് എഴുതാം. അങ്ങനെ രണ്ടാൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ടു കോമ ഇട്ടോ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞ അടുത്ത ആളെന്ന് പറയുന്നത് 35 ആണ് അല്ലേ. 35ന് ഫസ്റ്റ് എഴുതാൻ വേണ്ടി പറ്റിയ ആൾ 1 വെച്ചിട്ട് തന്നെ 1 × 35 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു. അതുപോലെ തന്നെ നമുക്ക് 7 × 5 എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഫൈൻഡ് 2 or more numbers of this types which can be written as the difference of perfect squares in two different ways. രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി രണ്ട് തരത്തിൽ എഴുതാവുന്ന ഇത്തരത്തിലുള്ള മറ്റു സംഖ്യകൾ കണ്ടുപിടിക്കുക. കാരണം നമ്മൾ അങ്ങനത്തെ ഒരുപാട് സംഖ്യകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മുഴുവൻ അങ്ങനെയുള്ള ആളുകളായിരുന്നു. നോക്കടാ, രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന ആളുകളെ 24 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, 32 ഇൻക്ലൂഡ് ചെയ്യാം, 40. അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് അത് വീണ്ടും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല, അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആൾ. അതിലേതെങ്കിലും എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. വാട്ട് ആർ ദ ജനറൽ റിസൾട്ട്സ് ദാറ്റ് വി ക്യാൻ ഫോം ഫ്രം ദിസ്? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പൊതു തത്വം എന്താണ്? എപ്പോഴാണ് ഇങ്ങനെ രണ്ട് ആളുകളെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എടാ, അതിൽ നിന്ന് പറയാനുള്ള തത്വം അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മക്കളെ. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന നമ്പറുകൾക്കുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു റൂൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എടാ? നേരത്തെ ഞാൻ ആ എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞുതരാം മക്കൾക്ക്. നമ്മൾ നേരത്തെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെടുത്തിട്ടുണ്ടായിരുന്നു എടാ? ഞാനൊരു റോങ് സ്റ്റെപ്പ് പറഞ്ഞിട്ടേ ക്ലിയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മക്കളോട് 24 പറഞ്ഞ കാര്യം മക്കൾ ഓർക്കുന്നുണ്ടോ? ഈ 24 നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് 2 × 12 ആണ്. പിന്നെ നമ്മൾ എഴുതാൻ ഉപയോഗിച്ച ആൾ എന്ന് പറയുന്നത് 6 × 4 ആണടാ. അതിൻ്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു മക്കളെ? 3 × 8 എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷെ അയാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബോത്ത് ദ ഫാക്ടേഴ്സ് should be even, then only we can express numbers as difference of two perfect square. എടാ, രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി ഒരു സംഖ്യയെ എഴുതണമെങ്കിൽ ആ സംഖ്യയ്ക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഘടകങ്ങൾ തീർച്ചയായും എന്തായിരിക്കണം മക്കളെ? രണ്ടും ഇരട്ട സംഖ്യകളാവുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണടാ. അയാളും അങ്ങനെ എന്ത് ചെയ്യാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ചുവടെയുള്ള ഗുണനഫലങ്ങളെ രണ്ട് വർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതി കണക്കാക്കുക. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ബൈ റൈറ്റിംഗ് ദം ആസ് ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ്. രണ്ട് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചാടാ. ഈ കാണുന്ന ആൾ രണ്ടാമത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? XY, ഞാൻ എൻ്റെ ഇക്വേഷൻ ഒന്ന് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ മക്കളെ. XY is equal to എങ്ങനെ നമ്മൾ പഠിച്ച മക്കളെ? x + y whole square x + y/2 whole square minus x - y/2 whole square. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന സാധനം ഓരോ രീതിയിൽ ഓരോ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരാം.
ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ആരാ അവിടെ ചോദിക്കുന്നത്? 78 × 22. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആളാണ് എക്സ്, ഈ കാണുന്ന ആളാണ് വൈ. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ മക്കളെ. എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? 78 + 22 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി എന്താ എഴുതാനുള്ളത്? എക്സ് മൈനസ് വൈ അല്ലേ. അപ്പോൾ നമ്മൾ ആരെയാണ് എഴുതുന്നുണ്ടാവുക? 78 - 22/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാനുണ്ടാവുക. 78ഉം നമ്മുടെ 22ഉം ആഡ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ 100 ആണ്. അപ്പോൾ അയാൾ 100/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. മൈനസ് അടുത്ത ആൾ 78 - 22 ആണ് അടുത്ത ആൾ. അയാൾ 56 ആണ്. അപ്പോൾ 56/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. 100/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടത് 50 ആണ്. അപ്പോൾ 50 സ്ക്വയർ മൈനസ് 56/2 എന്ന് പറഞ്ഞാൽ 28 ആണ്. 28ൻ്റെ സ്ക്വയർ, 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 15ൻ്റെ സ്ക്വയർ 2500 ആണ്. 2500 മൈനസ് 28ൻ്റെ സ്ക്വയർ, 28 × 28 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 784. എടാ ഇത് ഞാൻ 30 വരെ കാണാതെ പഠിച്ചുകൊണ്ടാട്ടോ മക്കൾ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത്. മക്കൾ സൈഡ് കോളത്തിൽ 28 × 28 എഴുതിയാൽ മതി. 2500 നിന്നും നമുക്ക് ഇനി മൈനസ് ചെയ്യാനുള്ളത് 784 മൈനസ് ചെയ്യണം. ഫൈനൽ റിസൾട്ട് 1716 എന്ന് പറയുന്നതായിരിക്കും ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, അയാളെ കഴിഞ്ഞല്ലോ. ഇനി ഞാൻ അയാളൊന്ന് റൈസ് ചെയ്ത് കളയത് എൻ്റെ മക്കളെ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമുക്ക് ആരെയാണ് ചെയ്യാനുള്ളത്? രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത് 301 × 299. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ. 301 × 299 നമുക്ക് ചെയ്യാനുള്ളത്. ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക? ആദ്യത്തെ കോളം അല്ലെ, ആദ്യത്തെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നു 301 + 299 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 301 - 299 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഏറ്റവും ആദ്യത്തെ ആൾ ഈ 301ഉം 299ഉം ആഡ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ 600 ആണ്. 600 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് അടുത്ത ബ്രാക്കറ്റിൽ നമ്മൾ കാണുന്ന ആളാരാ മക്കളെ? 301 - 299 299. അത് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുക 2 എന്ന് പറഞ്ഞ ആൻസറാണ്. 2/2 ഹോൾ സ്ക്വയർ. ഈ 600ൻ്റെ പകുതി ആരാ മക്കളെ? 300ൻ്റെ സ്ക്വയർ ആണ്. മൈനസ് 2/2നെ ഞാൻ 1 എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആൾ 300ൻ്റെ സ്ക്വയറാണ്. 300 × 300 ചെയ്ത് നോക്കണം, ആണോ അല്ലയോ? നമുക്ക് 90,000 എന്ന് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, 1 സ്ക്വയർ ആണെങ്കിൽ 1, അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 8999989. ഇതാണ് നമുക്ക് അവിടെ എന്തായിട്ട് വരേണ്ടത്? ഫൈനൽ റിസൾട്ടായിട്ട് വരേണ്ടത്. ശരി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എടാ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് എന്താ പറയുക, ഈ ഒരു ടോപ്പിക്കിലെ 3 ക്വസ്റ്റ്യൻ്റെ അത്രയും ലെങ്ത് ഹെവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ ഇയാൾ. ബാക്കി നോക്കി നോക്കാം. നമുക്ക് അവിടുത്തെ ഒരു തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടാ 2/1/3 × 1/2/3. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് അയാളെ എഴുതുക എന്നുള്ളത്. അയാൾ നമ്മളൊരു അഡീഷണൽ, നമ്മൾ ഇത്രയും നേരം ചെയ്ത അഡീഷണൽ ഒറ്റ സ്റ്റെപ്പ് കൂടി പോകാനുണ്ടാവും. ഞാൻ പറയാം. 2/1/3 × 1/2/3. എടാ ആദ്യം ഇയാളിപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ് മക്കൾ. ഈ 2 ആളുകളെയും നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. മിശ്ര ഭിന്നത്തിൽ നിന്നും വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക? 2 × 3 6 ആണ്, +1 അയാളെ മാറ്റിയിട്ട് നമുക്ക് 7/3 എന്നാണ് ആദ്യത്തെ ആളെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും മക്കളെ? മാറ്റി എഴുതാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇയാളെ 7/3 × ഓക്കെ. അടുത്ത ആളാരാ? 1 2/3. അപ്പോൾ അയാൾ എങ്ങനെയാണ് വരിക മക്കളെ? 1 × 3 3 ആണ്. 3 + 2 5 ആണ്. അയാൾ 5/3 എന്നും മാറും. ഓക്കെ, ഇങ്ങനെയാണ് അയാൾ മാറിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ആലോചിക്കണേ, ഇതാണ് എക്സ്, ഇതാണ് ആര് എന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ഇതുവരെ പഠിച്ച പാറ്റേൺ തന്നെ അല്ലേ. XY കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ X + Y ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്താ മക്കളെ ചെയ്യുക? 7/3 + 5/3 ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ ആൾ അതിൻ്റെ സ്ക്വയർ കൊടുത്തു, മൈനസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ആൾ 7/3 - 5/3 ഹോൾ ഡിവൈഡഡ് ബൈ 2, അതിനും സ്ക്വയർ കൊടുക്കുന്നുണ്ട്. ഈ 7/3 + 5/3 ആഡ് ചെയ്താൽ നമുക്കൊക്കെ അറിയാം അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 12/3 ആണ്. ഡിവൈഡഡ് ബൈ 2 ഒരു ഹോൾ സ്ക്വയർ കൊടുക്കുക, മൈനസ് ഇവിടെ ചെയ്താൽ കിട്ടുക 7 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 ആണ്. അവിടെയും ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ആളുണ്ട്. സ്ക്വയർ നമുക്ക് കൊടുത്തു വെച്ചേക്കാം. ഓക്കെ, എടാ ഈ കാണുന്ന ആളെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം മക്കളൊന്ന് നോക്കി നോക്കിയടാ. നമ്മുടെ 12ഉം 3യും കൂടി കട്ട് ചെയ്താൽ അവിടെ 4 അല്ലേ ബാക്കി ഉണ്ടാവും മക്കളെ.
അപ്പോൾ ഞാൻ അയാൾ എഴുതുന്ന ആൻസർ മക്കളൊന്ന് നോക്കി നോക്കി, 4/2 എന്ന് മാറ്റി എഴുതുന്നുണ്ട്, അവിടെയും സ്ക്വയർ ഉണ്ട്, മൈനസ്. അതേപോലെ തന്നെ ഈ കാണുന്ന ആൾ ഇതിപ്പോൾ 2/3/2 ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നോക്കടാ, 2/3 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ അല്ലേ മക്കളെ. എടാ അപ്പോൾ അവിടെ നമുക്ക് ഒന്നുകൂടെ വർക്ക് ചെയ്യട്ടെ, ശ്രദ്ധിക്കണേ, ഇത് കുറച്ച് അധികം ടോപ്പിക്ക് പോകുന്നുണ്ട്. 4/2 ഹോൾ സ്ക്വയറിനെ ഈ 4/2 എന്ന് പറയുന്ന ആളെ ഞാൻ മാറ്റിയിട്ട് സിംപ്ലി 2 എന്ന് എഴുതുന്നുണ്ട്, അവിടെ 2 സ്ക്വയർ നാക്കുന്നുണ്ട്, മൈനസ്. ശ്രദ്ധിക്കണേ, ഈ കാണുന്ന എടാ 4/2നെയാണ് ഞാൻ 2 എന്ന് എഴുതിയത്, ഈ സ്ക്വയറാണ് ഞാൻ അവിടെ എഴുതിയത്, സംശയമില്ലല്ലോ. ഈ കാണുന്ന ആളെ ശ്രദ്ധിക്കണം, ഇയാളെ വീണ്ടും ശരിക്കും അവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെടാ, 2/3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/1. ഞാൻ ഫ്രാക്ഷൻ്റെ ഫോർമാറ്റിലേക്ക് എഴുതി, അവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നോക്കിയിടാം, ഞാൻ ഈ 2 സ്ക്വയറിനെ മാറ്റിയിട്ട് മക്കളെ 4 എന്ന് എഴുതുന്നുണ്ട്, 4 മൈനസ്. ശ്രദ്ധിച്ചേക്കണേ, ഈ 2/3 അവിടെ ഇരിക്കട്ടെ. ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2/1നെ മാറ്റിയിട്ട് ഞാൻ 1/2 എന്നാക്കുന്നുണ്ട്, അവിടെയും സ്ക്വയർ കൊടുക്കുന്നുണ്ട്. 4 മൈനസ്, എടാ 2/3 അങ്ങനെ ഇരിക്കട്ടെ, അല്ല 2 ഇൻറ്റു 1 ആരാ മക്കളെ, 2 ആണ്. 3 ഇൻറ്റു 2 ആരാടാ, 6 ആണ്. അയാളുടെയും സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു വെച്ചേക്കാം. ഓക്കെ, എടാ ഈ 2/6നെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ടൺ ചെയ്തിട്ട് എങ്ങനെ എഴുതാം, 4 മൈനസ് 1/3യുടെ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അയാളെ ഞാൻ ഷോർട്ടൺ ചെയ്താൽ കേട്ടോ, 2ലും 6ലും കോമൺ ആയിട്ടുള്ള 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ. ഇനി നമുക്ക് ആ സ്ക്വയർ കോമൺ ആയിട്ടുള്ള ആളെ കൊടുക്കാം, 4 മൈനസ് 1 സ്ക്വയർ ബൈ 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, 4 മൈനസ് 1 സ്ക്വയർ 1 ആണ്, 3 സ്ക്വയർ 9 ആണ്. 4 മൈനസ് 1/9 എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകിൽ മക്കൾക്ക് ഇവിടെ വെച്ചിട്ട് ആൻസർ സ്റ്റോപ്പ് ചെയ്യാം, അതല്ല അയാളെ നിങ്ങൾ തിരിച്ചിട്ട് എന്താ പറയുക, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി 4 ഇൻറ്റു 9 ചെയ്യുക. 4 ഇൻറ്റു 9 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 36 മൈനസ് 1 ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 35. അങ്ങനെ 35 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്ന ഇംപ്രോപ്പർ മെത്തേഡിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ രീതിയിലാക്കിയിട്ട് നമുക്ക് അയാളെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അയാൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് മായ്ച്ച് കളയുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ ചോദ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞു അല്ലേ. ആ സബ് ക്വസ്റ്റ്യനുകൾ അവിടെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിടാ, 10.7 ഇൻറ്റു 9.3 ആണ് നമ്മളോട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എഴുതാം അല്ലേ, 10.7 ഇൻറ്റു 9.3 ആണ് ചോദിച്ചത്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2. നമ്മൾ എങ്ങനെയായിരിക്കും മക്കൾ എഴുതുന്നുണ്ടാവുക, 10.7 പ്ലസ് 9.3 ഡിവൈഡഡ് ബൈ 2 അയാളുടെ സ്ക്വയർ മൈനസ് 10.7 മൈനസ് 9.3 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക. എടാ ആദ്യത്തെ ജോലി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ കാണുന്ന 10.7ഉം അതുപോലെ തന്നെ 9.3യും ആഡ് ചെയ്തെടുക്കണം. അത് ആഡ് ചെയ്താൽ നമുക്ക് 20 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പോൾ 20/2 ഹോൾ സ്ക്വയർ മൈനസ്. ഇനി അതുപോലെ അവിടെ രണ്ടാളുകളെ മൈനസ് ചെയ്യാനും എന്തുണ്ടടാ, ബാക്കിയുണ്ട്. ആരെയാ നമുക്കൊക്കെ മൈനസ് ചെയ്യാനുള്ളതെന്ന് നോക്കി നോക്കാം. അവിടെ മൈനസ് ചെയ്യാനുള്ള ആൾ 10.7ൽ നിന്നും 9.3 മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾ 1.4 എന്ന് പറയുന്ന ആളാണ് ബാക്കി ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ 2, അതും ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഈ 20/2നെ ഞാൻ 10 ആ സ്ക്വയർ 10 സ്ക്വയർ അല്ലേ, നോക്കടാ 20/2നെ 10 എന്ന് എഴുതിയിട്ടുണ്ട്, സ്ക്വയറും കൊടുത്തു, അപ്പോൾ 10 സ്ക്വയർ. ഈ 1.4ൻ്റെ ഹാഫ് കാൽക്കുലേറ്റ് ചെയ്യണം. 1.4ൻ്റെ ഹാഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ മക്കളെ, 0.7ൻ്റെ സ്ക്വയർ എന്ന് മാറ്റി എഴുതുന്നത്. ഇനി അവരുടെ സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 10 സ്ക്വയർ ആരാ മക്കളെ, 100 ആണ്. ഈ കാണുന്ന 0.7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ആൾ 7 ഇൻറ്റു 7 കണ്ടുപിടിച്ചിട്ട് പോയിൻറ്റിന് ശേഷം 2 ആളെ കൊടുത്താൽ മതി മക്കളെ, 0.49. ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 100ൽ നിന്നും മക്കൾ 0.49 മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഫൈനൽ റിസൾട്ട് 99.51 എന്ന് പറയുന്ന റിസൾട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ആ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു മക്കളെ. ആ സെറ്റിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം, ചുവടെയുള്ള ഓരോ ജോഡി ഗുണനത്തിലും ഏതിലാണ് വലിയ സംഖ്യ കിട്ടുന്നതെന്ന് ഗുണിച്ച് നോക്കാതെ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് പ്രൊഡക്ട്സ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. എടാ ഓർക്ക് വേണ്ടത് മക്കൾ ഒരിക്കലും ഈ കാണുന്ന റിസൾട്ട് ചെയ്തു വെക്കുക, ഈ കാണുന്ന റിസൾട്ട് ചെയ്തു വെക്കുക, എന്നിട്ട് ഏറ്റവും വലിയ ആളെ കിട്ടിയത് ആരാന്നല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ടോപ്പിക്കിലേക്ക് അയാളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. എടാ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താടാ,
75 × 25 പറയുന്നുണ്ട്, 76 × 24 പറയുന്നുണ്ട്. നമുക്ക് രണ്ടാളുകളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ആരാണ് ഈ പറഞ്ഞതിൽ വലുത് ചെറുതെന്നുള്ളത്. ഞാൻ ആ 75 × 25 മാറ്റി എഴുതാൻ വേണ്ടി പോവാം മക്കളെ. എങ്ങനെ മാറ്റി എഴുതാം? നിങ്ങൾക്കറിയാം x+y/2 അങ്ങനെയാണെങ്കിൽ 75 + 25 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 75 - 25 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും ഞാൻ ആദ്യത്തെ സെറ്റിലുള്ള ആളെ മാറ്റി എഴുതുന്നുണ്ട്. ലൈക്ക് ദ സെയിം എനിക്ക് രണ്ടാമത്തെ ആളെയും മാറ്റി എഴുതണം. ഈ കാണുന്ന ആളെയും മാറ്റി എഴുതണമെങ്കിൽ ഞാൻ അവിടെ എഴുതുന്നത് എങ്ങനെയായിരിക്കും മക്കളെ ഉണ്ടാവുക? 76 + 24 അല്ലേ, 76 + 24 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് അതേപോലെ 76 - 24 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും മാറ്റി എഴുതുന്നുണ്ടാവുക. രണ്ടാളുകൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി എളുപ്പം ഉണ്ടാവും കേട്ടോ മക്കളെ, അതുകൊണ്ടാണ് ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. എടാ ആ 75 ും 25 ആഡ് ചെയ്തിട്ടുള്ള ഇയാളെ ഞാൻ മാറ്റിയിട്ട് 100/2 എന്ന് എഴുതുന്നുണ്ട്. അവിടെയും സ്ക്വയർ ഉണ്ട്. -75 ന്ന് 25 പോയാൽ ബാക്കി ഉണ്ടാവേണ്ടത് 50 ആണ് മക്കളെ. 50 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് അയാൾ എഴുതുന്നുണ്ട്. അതുപോലെ പുറത്തേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ അവിടെ നമുക്കൊരു 76 ഉം 24 ആഡ് ചെയ്യാനുണ്ട്. ആ കാണുന്ന ആളെ ഞാൻ 100 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. മൈനസ് അവിടെ അതുപോലെ മക്കളെ 76 നിന്നും ഒരു 24 എന്ത് ചെയ്യാനുണ്ടടാ? മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അയാളെ നമുക്ക് 52 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ 100/2 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 50 ആണ്. അപ്പോൾ അയാളെ 50 സ്ക്വയർ അല്ലേ മൈനസ് 50/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 സ്ക്വയർ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പുറത്താണെങ്കിൽ 100 സ്ക്വയർ അല്ലേ, 100/2 നമുക്ക് അവിടെ 50 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ പിന്നുള്ളത് ഒരു 52 ഡിവൈഡഡ് ബൈ 2 അയാളെ മാറ്റിയിട്ട് നമുക്ക് 26 സ്ക്വയർ എന്ന് എഴുതാം. മക്കൾ നോക്കണം, 50 സ്ക്വയറിൽ നിന്ന് 25 സ്ക്വയറാണ് ഇവിടെ മൈനസ് ചെയ്യുന്നത്. 50 സ്ക്വയറിൽ നിന്ന് 26 സ്ക്വയറാണ് ഇവിടെ മൈനസ് ചെയ്യുന്നത്. ഏത് പേരിനാ മക്കളെ ഇവിടെ വലിയ റിസൾട്ട് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇയാൾക്കാണ്. ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് അറിയോ? ഇവിടെ 50 കണ്ടുപിടിക്കുന്നു, ഇവിടെ 50 കണ്ടുപിടിക്കുന്നു. ഇവിടുന്ന് 25 സ്ക്വയറെ കുറയ്ക്കുന്നുള്ളൂ, ഇവിടുന്ന് 26 സ്ക്വയർ. അപ്പോൾ ഇവിടെ വലുത് എന്ന് പറയുന്ന ആളാരാടാ? ഈ കാണുന്ന ആളാണ് ഇവിടെ വലുത്. ഇയാൾക്കാണ് വലിയ വാല്യൂസ് തരാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി അതേപോലെ സെക്കൻഡ് പാറ്റേൺ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് അയാളെ എഴുതുക എന്നുള്ളത് നോക്കാം. അവിടെ സെക്കൻഡ് പാറ്റേണിൽ നമ്മളോട് ചോദിച്ച വാല്യൂ 76 × 24 ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഈ ആദ്യത്തെ ആളെ നമുക്ക് പിടിച്ചിട്ട് എങ്ങനെ എഴുതാടാ? 76 + 24 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് അടുത്ത ആൾ അല്ലേ 76 - 24 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ആദ്യത്തെ ആളെ കഴിഞ്ഞു. രണ്ടാമത്തെ ആളെ നോക്കിയ മക്കൾ 74 + 26 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 74 - 26 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് കമ്പാരിസൺ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേറെ. നമുക്ക് ഓരോ ആളുകളെ ചെയ്തിട്ട് തുടങ്ങാം. ആദ്യത്തെ ആൾ പറയുന്നു 76 ഉം 24 കൂടെ നിങ്ങളോട് കൂട്ടാനാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 100 കിട്ടുക. 100 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് അടുത്ത സ്ഥലത്ത് എന്താ മക്കളെ ചെയ്യാനുള്ളത്? 76 എന്ന് ഈ കാണുന്ന 24 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആളാരാണ്? 52 നേരത്തെ കിട്ടിയതാണ്. ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അതേ സ്റ്റെപ്പ് നമുക്ക് അപ്പുറത്തൊന്ന് എഴുതി നോക്കാം. അവിടെ 74 ഉം 26 ആഡ് ചെയ്യാൻ പറയുന്നു. അയാളെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 100 ഉണ്ടാവുക. ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്, മൈനസ്. അവിടെ അടുത്ത ചെയ്യേണ്ട ആൾ 74 നിന്നും 26 മൈനസ് ചെയ്യണം. ആരാ മക്കളെ ബാക്കി ഉണ്ടാവുക? 48 ബാക്കി ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 100/2 ഞാൻ 15 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. മൈനസ് 52 ഡിവൈഡഡ് ബൈ 2 ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്. 26 സ്ക്വയർ അവിടെ കൊടുക്കേണ്ടത്. എടാ അതുപോലെ ഇവിടെ നോക്കി നോക്കിയേ 100/2 15 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട് മക്കളെ. അതേപോലെ 48 പകുതി ആരാണ്? 24 ആണ്. 24 സ്ക്വയർ. മക്കളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 50 സ്ക്വയറിൽ നിന്ന് 26 സ്ക്വയർ കുറയ്ക്കുന്നു. 50 സ്ക്വയറിൽ നിന്ന് 24 സ്ക്വയർ കുറയ്ക്കുന്നു. കൂടുതൽ കുറയ്ക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ വലിയ വാല്യൂ കിട്ടാൻ സാധ്യത ഉള്ളത് ഈ കാണുന്ന സ്പേസിലാണ്. വലിയ വാല്യൂ കിട്ടാൻ സാധ്യത ഉള്ളത് തൊട്ട് ഇപ്പുറത്ത് കാണുന്ന സ്പേസിലാണ് മക്കളെ. സെറ്റല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ആ സെറ്റിലെ ഏറ്റവും അവസാന ചോദ്യമാണ് മക്കളെ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കടാ. 10.6 × 9.4 അല്ലേ. അയാൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? മക്കൾ നോക്കിക്കേ. അയാൾ നമ്മൾ എഴുതുന്നുണ്ടാവുക 10.6 + 9.4 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 10.6 - 9.4 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആളെ മക്കളെ എങ്ങനെയാണ് മാറ്റി എഴുതുക? രണ്ടാമത്തെ സെറ്റിനെ 10.4 + 9.6 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 10.4
-9.6 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കണം. ഓരോ ആൾക്കാരായിട്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും ആദ്യം അവിടെ ചെയ്യാനുള്ളത് ഈ 10.6ഉം അതേപോലെ തന്നെ 9.4ഉം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ നമുക്ക് 20 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ്. അതുപോലെ അടുത്ത പണി നമുക്ക് അവിടെ ചെയ്യാനുള്ളത് 10.6ൽ നിന്നും മൈനസ് ചെയ്യണം. ആരെ മക്കളെ? 9.4നെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.2 ആണ്. ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നുണ്ട്, ഹോൾ സ്ക്വയർ കൊടുത്ത് വയ്ക്കുന്നുണ്ട്. ലൈക്ക് ദ സെയിം തൊട്ടപ്പുറത്ത് മക്കൾ നോക്കിയേ, അവിടെ നമുക്കൊരു 10.4ഉം അതുപോലെ തന്നെ 9.6ഉം ആഡ് ചെയ്യാനുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടുക. ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ്. അതുപോലെ തന്നെ 10.4ൽ നിന്നും ആരെ മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് മക്കളെ? 9.6 മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുക 0.8 ആണ്. അവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. എടാ 20 ഡിവൈഡഡ് ബൈ 2നെ ഞാൻ 10 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ 1.2ൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 12ൻ്റെ പകുതി 6 ആണ്. അപ്പോൾ 1.2ൻ്റെ ആവുന്ന സമയത്ത് 0.6ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെയും 20 സ്ക്വയർ ബൈ 2, ഇവിടെയും 10 സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. അവിടെ നമുക്ക് എഴുതാനുള്ള ആൾ 0.8ൻ്റെ പകുതിയാണ്. 0.8ൻ്റെ പകുതി 0.4 ആണ് വരിക. മക്കൾ നോക്കി നോക്കിയടാ, അവിടെ ഈ സ്ക്വയർ. എടാ നോക്കടാ, ഈ കാണുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ. എടാ ഈ കാണുന്ന സ്ഥലത്ത് എവിടെയാണ് മക്കളെ ബിഗ്ഗർ വാല്യൂ ഉണ്ടാവുക? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും മക്കൾക്ക്. ഈ കാണുന്ന സ്ഥലത്താണ് എന്തുണ്ടാവുക? ബിഗ്ഗർ വാല്യൂ ഉണ്ടാവുക മക്കളെ. വിച്ച് മീൻസ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ ടോപ്പിക് എന്ത് ചെയ്യാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. അത്രയും വലിയ എക്സസൈസസ് ആണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം വീഡിയോ വന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മക്കളെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.